ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വടയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ബീട്രൂട്ട് വടയ്ക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 350 ഗ്രാമാണിത്. ഇതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ടിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈസിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ പൊരിക്കടല എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂണ് വലിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ബീട്രൂട്ടിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. പൊരിക്കടലയും വറ്റൽമുളകും വലിയ ജീരകവും ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ബീട്രൂട്ടിൻ്റെ പേസ്റ്റിൻ്റെ കൂടെ തന്നെ പൊരിക്കടല പൊടിച്ചതിനെയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 4 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് സാൾട്ട് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ മിക്സ് റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കേണ്ടതാണ്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഓരോ ഭാഗങ്ങളാക്കി എടുത്തിട്ട് മസാല വട നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ ആ വടയുടെ ഷേപ്പിന് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഈ ഷേപ്പിൽ ചെയ്താൽ മതിയാവും. ഫ്ലെയിമിനെ മീഡിയം ഫ്ലെയിമിൽ വച്ചിരുന്നാൽ മതിയാകും. ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബാലൻസ് ഉള്ള വടയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ബാലൻസ് ഉള്ള വടയും ഇതുപോലെ ഇട്ട് കൊടുക്കാം.
നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബീട്രൂട്ട് വട റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്സായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.